5-6 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പാമ്പിൻ്റെ മുറിവുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വേറൊരു മുറിവ് ഉണ്ടാക്കരുത് രക്തം പുറത്തു പോകാനായിട്ട്. അത് തെറ്റാണ്, അശാസ്ത്രീയമാണ്. കൂടുതൽ വേദനയും പ്രശ്നങ്ങളും അതുപോലെ അത് സെപ്റ്റിക് ആവാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ആ മുറിവ് കൂടുതൽ വലുതാക്കുകയോ ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന അലോപ്പതി എന്ന് പറയുന്ന പഴയ പ്രാകൃത ചികിത്സയുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. 2, ആ ഭാഗം കരിക്കരുത്. ചില വെച്ച് കരിക്കും, ബേൺ ചെയ്യും, ഗുണമില്ല. പിന്നെ 3-മത്തത്, ഒരിക്കലും ആ ഭാഗത്തുനിന്ന് വിഷം തുപ്പിയെടുക്കാനായിട്ട് ടാർസൻ സിനിമയിലൊക്കെ പഴയ നായികയുടെ കാലിൽ കടിക്കുന്നു, നായകൻ ഉടനെ ചെന്നിട്ട് അത് വലിച്ച് തുപ്പിയെടുത്ത് കളയുന്നു. അതൊക്കെ ഒരു ഹോപ്പും ഇല്ലാത്ത കേസുകളാണ്. ഒരിക്കലും ചെയ്യൽ. 1-മത്, നിങ്ങളുടെ വായിൽ വിഷം പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വിഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ കടിച്ചെടുത്ത് കളയാനായിട്ട്. ഇത് അതിൻ്റെ സഞ്ചാരം തുടങ്ങിയിട്ട് അകത്തോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ വിട്ട് കടിച്ച് പറിക്കും, നല്ല ഗുണമില്ല. പിന്നെ വേറെ എന്തെങ്കിലുമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മാത്രം. പിന്നെ അതുപോലെ തന്നെ കടിച്ച ഭാഗത്തിന് ഇപ്പുറത്ത് ഹൃദയത്തിനിടയ്ക്ക് വലിയൊരു കെട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ട്. ആ കെട്ടും നിർത്തേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പല രക്തപ്രവാഹത്തെ സഞ്ചാരത്തെ തടസ്സപ്പെടുന്ന കെട്ടുകൾ പിന്നീട് കടി കഴിഞ്ഞ് വരുന്ന ഭാഗത്തേക്കുള്ള രക്തസഞ്ചാരം കുറയ്ക്കും. അപ്പോൾ അവിടേക്ക് പോഷകങ്ങളും ഓക്സിജനും കിട്ടുന്നത് കുറയ്ക്കുകയും ആ ഭാഗം ജീർണിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ കെട്ടിനകത്തൊന്നും കാര്യമില്ല, അങ്ങനെ കെട്ടാതിരിക്കുക. പിന്നെ വേണമെങ്കിൽ അതുപോലെ തന്നെ ഈവൻ ഇപ്പോൾ സോപ്പ്, മറ്റ് കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കടിഭാഗം കഴുകുന്നതിന് പോലും ഇന്നത്തെ ആധുനിക വൈദ്യം എതിര് നിൽക്കുകയാണ്. കാരണം ആ പോയിസൺ വെനവുമായിട്ട് അത് പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അവർ ചെയ്യുന്ന ഒരു സാമാന്യനെയുള്ള വൃത്തിയാക്കലും അതിൻ്റെ മേളിൽ നല്ല രീതിയിൽ നിങ്ങളുടെ വിരൽ കടത്താവുന്ന രീതിയിൽ അകലത്തിൽ ഒരു കെട്ടും വെച്ചാൽ പുറത്തുനിന്ന് ആളുകൾ വന്ന് വീണ്ടും അതുമായിട്ട് ഡീൽ ചെയ്യാതിരിക്കണം. അത് മാത്രമേ പാടുള്ളൂ. അല്ലാതെ ആ ഭാഗത്ത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പരമാവധി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവർ ആദ്യത്തെ നിരീക്ഷണ ഇത് കൊടുക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോളി വാലൻ്റ് ആണ്. വെള്ളിക്കെട്ടൻ, അതായത് ശംഖുവരയൻ, മൂർഖൻ, അണലി, അതേപോലെ വേറൊരു സാധനം ഉണ്ടല്ലോ, ഈ 4 ഐറ്റംസിനൂടെ പോളി വാലൻ്റ് ആണ്. ഈ 4നെയും കൂടെ പ്രതിരോധിക്കുന്ന ആൻറ്റിവനമാണ് ഇപ്പോൾ കുത്തിവെക്കുന്നത്. പണ്ടാണെങ്കിൽ മൂർഖൻ്റെ ആൻറ്റിവനം, അണലിയുടെ അണലി, ശംഖുവരേൻ്റെ ശംഖുരൻ, ഇങ്ങനെ 4 എണ്ണമായിരുന്നു. അതുണ്ടാക്കാനും പ്രയാസമാണ്. ഈ രോഗിക്ക് കൃത്യമായിട്ട് അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇത് 4ഉം കൂടെ കുതിരയിൽ കുത്തിവെച്ച് ആ 4-നെതിരെയും കൂടെ ഉള്ള ആൻറ്റിബോഡീസ് ഉള്ള ആൻറ്റിവനമാണ് വയലുകളിലാക്കി നിങ്ങൾ സിറം കൊണ്ടുവച്ച് കുത്തിവെക്കും. ചില പാമ്പുകൾ വിഷമുള്ളവയുണ്ട്. ഭൂരിഭാഗം പാമ്പുകൾക്കും വിഷമില്ല. ഈ 2600 സ്പീഷീസ് ഉള്ളതിൽ ഒരു 450 സ്പീഷീസിനാണ് വിഷസഞ്ചിയൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇതൊരു ഇവല്യൂഷണറി പ്രോസസ്സാണ്. എല്ലാം വിഷമല്ല. വിഷം, കൊടും വിഷം, മാരക വിഷം, വിഷം ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും സാധനം. ചെറിയ സാധനങ്ങളായിട്ട്